അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വിഷ്ണുദാസ്, ഷോളയൂർ സ്വദേശി റജി മാത്യു എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ മണ്ണാർക്കാട് കോടതി റിമാൻഡ് ചെയ്തു. അഗളി ചിറ്റൂർ ഉന്നതിയിലെ സിജു എന്ന 19കാരനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഞായറാഴ്ച വൈകിട്ട് 4ഓടെ ചിറ്റൂർ പുലിയറ റോഡിൽ കട്ടേക്കാടാണ് സംഭവം. റോഡിലൂടെ നടന്നുവരികയായിരുന്ന സിജു കാൽ തെറ്റി വീണപ്പോൾ മനഃപൂർവ്വം വാഹനത്തിനു മുന്നിൽ വീണതാണ് എന്ന് പറഞ്ഞ് അതുവഴി വന്ന പിക്കപ്പ് വാനിലെ 2 പേർ മർദ്ദിച്ചുവെന്നാണ് പരാതി. കയർകൊണ്ട് കെട്ടിയിട്ട് വലിച്ചുകൊണ്ടുപോകുന്നതിന്റെ അടക്കം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ്, ഷോളയൂർ സ്വദേശി റജി മാത്യു എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാൽ ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറും സഹായിയുമാണ് ഇവർ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നമ്മുടെ നാട്ടിലൊന്നും കേൾക്കാത്ത പോലും ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവമാണ്. ഒരാളെ കയറിൽ കെട്ടിയിട്ട് ഒരു പോസ്റ്റിനോട് ചേർത്ത് കെട്ടിയിട്ട് അയാളെ ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിനെ അർദ്ധനഗ്നനാക്കി പരേഡ് നടത്തിയെന്നും കൂടെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പ്രതികൾ വളരെ ക്രൂരമായാണ് അയാളെ മർദ്ദിച്ചിട്ടുള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 ദിവസത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അട്ടപ്പാടിയിൽ നിന്ന് തന്നെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കേസിൽ ആദ്യം പോലീസ് മൃദുസമീപനം സ്വീകരിച്ചതായി ആക്ഷേപമുയർന്നിരുന്നു. വാഹനത്തിന്റെ ചില്ല് തകർത്തതിനാണ് യുവാവിനെ കെട്ടിയിട്ടത് എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. സിജു ബഹളം വെച്ചപ്പോൾ കെട്ടിയിടുക മാത്രമാണ് ചെയ്തത് എന്നും മർദ്ദിച്ചിട്ടില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. സംഭവ സമയം സിജു മദ്യലഹരിയിലായിരുന്നുവെന്നും ആരോപണമുണ്ട്. പാൽവണ്ടി തടയുകയും കേടുവരുത്തുകയും ചെയ്തതായി കാട്ടി സിജുവിന് എതിരെ വാഹനത്തിന്റെ ഉടമ അഗളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്.